ഹായ് എവ്രിവൺ, വെൽക്കം ടു മെഡി പ്രിസിഷൻ. ഞാൻ ഡോക്ടർ സഞ്ജന ദേവി. നമുക്ക് ഇന്ന് 40കൾക്ക് ശേഷമുള്ള ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെല്ലാം അപ്ലൈ ചെയ്താൽ റിങ്കിൾസ് കുറയ്ക്കാം എന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഒരു പ്രായത്തില് നമുക്ക് സ്കിന്നില് ചുളിവുകൾ പ്രത്യക്ഷപ്പെടാം, ഫൈൻ ലൈൻസ് വരാം, നെറ്റിയിലും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ചെറിയ ചെറിയ ലൈൻസ് വരാം, ഫൈൻ ലൈൻസ് വരാം. അപ്പോ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നും. എപ്പോഴും നമ്മൾ കുറച്ച് വെള്ളം ഇത്തിരി കുറഞ്ഞാൽ പോലും നമുക്ക് സ്കിന്നിൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും, ചെറിയ ചെറിയ എന്താ പറയാ ഡിപ്രഷൻസ് പോലെ തോന്നും. നമുക്കൊരു സ്കിൻ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുഴികൾ വരില്ലേ, അതുപോലെ നമുക്ക് പെട്ടെന്ന് വരാം. ഇത്തിരി വെള്ളം കുറഞ്ഞാൽ പോലും, പ്രത്യേകിച്ച് ഫോർഹെഡിലെ ഈ ഏരിയയിലെല്ലാം വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഭക്ഷണം ശ്രദ്ധിക്കണം. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പോഷക ഘടകങ്ങളും അതിലുണ്ടായിരിക്കണം. ന്യൂട്രിയൻസ് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കഴിക്കണം. ഏറ്റവും ആദ്യം പ്രോട്ടീൻ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തണം. പ്രോട്ടീൻ എന്തെല്ലാം ഭക്ഷണങ്ങളിലുണ്ട് നോക്കാം. എഗ്, ഫിഷ്, അതുപോലെ തന്നെ ചിക്കൻ തുടങ്ങിയ എല്ലാത്തിലും നമുക്ക് പ്രോട്ടീൻ ഉണ്ടാവും. ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, അത് വളരെയധികം ഗുണം നിങ്ങളുടെ സ്കിന്നിന് തരും. അതുപോലെ തന്നെ ബോൺസിനും മസിൽസിനും നമ്മുടെ ഓർഗൻസിനും എല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീൻ. ഈവൻ നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് തടയുവാൻ വരെ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ സാധിക്കും. അത് നമ്മൾക്ക് ഡയബറ്റിസ് വരാതിരിക്കുവാനും സഹായിക്കും. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ ആണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾക്കൊരു പ്രായം 40+ എത്തുമ്പോഴേക്കും കൊളാജൻ ഡീഗ്രഡേഷൻ 24% അപ്പൊ അത് തടയുവാൻ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് നമുക്ക് എല്ലാ വൈറ്റമിൻസും ആവശ്യമാണ്. എങ്കിലും നമ്മൾ സ്കിന്നിലും ഹെയറിലും ഫോക്കസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വേണ്ടത് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അതുപോലെ തന്നെ വൈറ്റമിൻ B12, ബയോട്ടിൻ, ഇവയൊക്കെയാണ്. അപ്പൊ ഇവയൊക്കെ കിട്ടണമെങ്കിൽ ഇലക്കറികൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇവയൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കാം. അപ്പൊ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒമേഗ ഫാറ്റി ആസിഡ്സ് ആണ്. ഒമേഗ ഫാറ്റി ആസിഡ്സ് നമുക്ക് നട്ട്സ് ആൻഡ് സീഡ്സിലും ഫിഷിലുമാണ് ധാരാളമായിട്ടുള്ളത്. പ്രത്യേകിച്ചും പംകിൻ സീഡ്സ് നമ്മളുടെ ഈ കൊളാജൻ ഡീഗ്രഡേഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. പിന്നെ ചിയ സീഡ്സ്, അതുപോലെ കാഷ്യൂ നട്ട്സ്, ബദാം, ഇവയെല്ലാം വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള നട്ട്സ് ആണ് ആൻഡ് സീഡ്സ് ആണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് ബയോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഒക്കെ നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിന്റെ ആരോഗ്യത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻ B12 നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെയും ബ്രെയിനിന്റെ ആരോഗ്യത്തിന് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഏജ് കൂടുമ്പോൾ നമ്മൾ നമ്മളുടെ ജനറൽ ഹെൽത്തും ശ്രദ്ധിക്കണം. സ്കിന്നിന്റെയും ഹെയറിന്റെയും ബ്യൂട്ടി മാത്രമല്ല, ബ്രെയിനിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെ കഴിക്കണം? നോൺ വെജ് സോഴ്സസിലും സീ ഫുഡിലെല്ലാം ഈ വൈറ്റമിൻ B12 ഉണ്ട്. നോൺ വെജ് എന്ന് പറഞ്ഞാൽ ചിക്കൻ, ഫിഷിലെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക, ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. കാരണം ഈ ഒരു ഇതിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും വിസിബിൾ ആവുന്ന ഒരു പ്രായമാണ് ഈ 40+ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രീഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ ഒക്കെ സ്കിന്നിന്റെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വൈറ്റമിൻ ബി നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ തവിട് കലർന്ന അരി, അതിൽ വൈറ്റമിൻ ബി ഉണ്ട്. അതുപോലെ തന്നെ പംകിൻ സീഡ്സിലുണ്ട്. പിന്നെ ചിയ സീഡ്സ് നന്നായിട്ട് കഴിക്കുക. ഇതെല്ലാം ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല നട്ട് ഏതാണ്? എല്ലാ നട്ട്സിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇപ്പം പംകിൻ സീഡ്സിനാണെങ്കിലും ചിയ സീഡ്സിനാണെങ്കിലും വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. കോമൺ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പൊ അത് രണ്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ വാൾനട്ട് നല്ലതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ്സ് ഒരു കുറഞ്ഞ എമൗണ്ടിൽ കഴിക്കുക. ഫ്ലാക്സ് സീഡ്സ് കഴിക്കുമ്പോൾ എപ്പോഴും റോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സോക്ക് ചെയ്തിട്ടോ കഴിക്കാം. കാരണം അതിൽ ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്, അത് ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പൊ അത് ഒഴിവാക്കാനാണ് റോസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോ മറ്റ് നട്ട്സിലെല്ലാം ഉള്ളത് ഫൈറ്റോ കെമിക്കൽസ് ആണ്. അതുപോലെ തന്നെ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കുള്ളൂ. എങ്കിൽ പോലും ഡൈജഷനും മറ്റ് മിനറൽസിന്റെ അബ്സോർപ്ഷനൊക്കെ തടസ്സം നിൽക്കും. അതുകൊണ്ടാണ് നട്ട്സ് കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കുമ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. നട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നട്ട്സും അല്ല. നമ്മൾ ബദാം നമുക്ക് കുതിർത്തിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ചിയ സീഡ്സ്, അതുപോലെ പംകിൻ സീഡ്സ് ഒക്കെ റോസ്റ്റ് ചെയ്ത് കഴിക്കാം. ചിയ സീഡ്സ് നിങ്ങൾ കുതിർത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വറുത്ത് പൊടിച്ച് കഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അപ്പോഴാണ് ഈ ഫൈറ്റിക് ആസിഡ് കുറയുന്നത്. ഫൈറ്റിക് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മറ്റ് ധാതുക്കളുടെ മിനറൽസിന്റെ അബ്സോർപ്ഷൻ തടസ്സപ്പെടില്ല.
ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക. ദിവസം ഒരു 3-4 ലിറ്റർ വെള്ളമെങ്കിലും ശരീരത്തിൽ 2 to 3 ലിറ്റേഴ്സ് എന്നാണ് പറയാം. എങ്കിൽ കൂടെയും ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഒരു 4 ലിറ്റേഴ്സ് വരെ നമുക്ക് വെള്ളം കുടിക്കാം. കാരണം നല്ല സമ്മറാണ്. ഓക്കെ, പിന്നെ നമ്മൾക്ക് സ്കിന്നിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യാം നോക്കാം. 40+ൽ സ്കിന്നിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഒന്ന്, ഏതെങ്കിലും ഒരു ഓയിൽ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇതും അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ. ഇതെല്ലാം റിസർച്ച് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ റീസെന്റ് സ്റ്റഡി കാസ്റ്റർ ഓയിൽ 2024 ഒരു റിസർച്ച് പഠനമുണ്ട്. അത് ഫൈൻ ലൈൻസും റിങ്കിൾസും അതുപോലെ തന്നെ കറുത്ത സ്പോട്സ്, നമ്മൾക്ക് ഇപ്പോൾ മുഖക്കുരു വന്നിട്ടോ സൂര്യപ്രകാശം ഏറ്റിട്ടൊക്കെ കറുത്ത പാടുകൾ ഉണ്ടാവും, അത് പോക്കുവാൻ ഈ ഒരു കാസ്റ്റർ ഓയിൽ അപ്ലൈ ജസ്റ്റ് ഒരു സോഫ്റ്റ് മസാജ് കൊടുക്കുക. ഒരുപാട് മസാജ് ചെയ്യരുത്. വിസ്കസ് ആയിട്ടുള്ള ഒരു ഓയിൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട്. ലൂസ് ആയിട്ടുള്ള ഓയിൽ ആണെങ്കിൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണ ബദാം ഓയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ കട്ടിയുള്ള ഓയിൽ ആണെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഒരു സോഫ്റ്റ് മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം എന്തെങ്കിലും സ്പോട്സ് ഉണ്ടെങ്കിൽ അത് ഡിമ്മായി വരുന്നത്, എന്തെങ്കിലും റാഷ് പോലെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് കുറച്ച് കട്ടിയിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അതായത് വർഷങ്ങളായിട്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ചെറിയ ബ്ലമിഷസ് പോലെ ഉണ്ടാവും, സ്പോട്സ്, ഡാർക്ക് സ്പോട്സ്, അത് കുറഞ്ഞു വരുന്നത് കാണാം. പഠനങ്ങളും അത് തെളിയിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാസ്റ്റർ ഓയിൽ വളരെ കുറഞ്ഞ സമയം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്പോർട്സ് മാറിക്കിട്ടും. അതുപോലെ നമ്മളിപ്പം കമ്പ്യൂട്ടർ ഓവർ യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഓവർ യൂസ്, സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിലും ഒക്കെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാം. എനിക്ക് ഡാർക്ക് സർക്കിൾസ് വരുമ്പോൾ ഞാൻ മിക്കവാറും ചെയ്യുന്നൊരു പരിപാടിയാണ് ഇത്. പക്ഷെ എങ്കിലും നമ്മൾ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരും. അപ്പോൾ റെഗുലർലി ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറഞ്ഞു വരും. അതുപോലെ വെളിച്ചെണ്ണയും ആൽമണ്ട് ഓയിൽ എല്ലാം നല്ലതാണ്. കാസ്റ്റർ ഓയിൽ കുറച്ചും കൂടെ സ്പീഡിൽ നിങ്ങൾക്ക് റിസൾട്ട് തരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അലോവേര ജെൽ, അത് വളരെ നല്ലൊരു ടോപ്പിക്കൽ ഏജന്റ് ആണ്. ഓക്കെ, അപ്പോൾ അലോവേര ജെല്ല് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സ്കിന്നിലുള്ള ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി അതിനെ ഇന്റൻസ്ലി മോയ്സ്ചറൈസ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും, നല്ലൊരു സ്മൂത്ത് ലുക്ക് നമ്മുടെ സ്കിന്നിന് തരും. അലോവേര ജെല്ല്, കാസ്റ്റർ ഓയിൽ, അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, പിന്നെ വെളിച്ചെണ്ണ, ഇതെല്ലാം സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ തൈര്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ്. ഇതെല്ലാം കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ തൈര് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. നല്ല ഇന്റൻസ്ലി മോയ്സ്ചറൈസ് ചെയ്യുന്ന കാര്യത്തിൽ തൈരും അതുപോലെ തന്നെ അലോവേര ജെല്ലും ഈക്വൽ ആണ്. അപ്പോൾ ഈ തൈര് നമ്മളെ സ്കിന്നിന് പോർസ് ഒന്നും ക്ലോഗ് ചെയ്യുന്നില്ല. അതുപോലെ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട്, നല്ലൊരു പ്രോബയോട്ടിക് ആണ്. ഉള്ളി കഴിക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് സ്കിൻ കെയറിലും ഹെൽത്തിന്റെ കാര്യത്തിലും നമ്മൾ ഒരു 30+ കഴിയുമ്പോൾ തന്നെ, പ്രത്യേകിച്ചും 40 നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ഡയറ്റ് പ്ലാൻ പ്ലസ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, കീപ്പ് ഓൺ വാച്ചിങ് മെഡി പ്രിസിഷൻ.